ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ജീവനക്കാർ പണിമുടക്കിന് പിന്നാലെ വിമാന സർവീസുകൾ വൈകുകയാണ്. ശമ്പള പരിഷ്കരണവും ബോണസും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജീവനക്കാരുടെ പണിമുടക്ക്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് പണിമുടക്കുന്നത്. വിവരങ്ങൾ നൽകാൻ അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, പണിമുടക്ക് എത്ര ഇങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്? നിലവിലെ അവസ്ഥ എന്താ? ഏകദേശം 400ഓളം ജീവനക്കാരാണ് പണിമുടക്കുന്നത്. ഈ ജീവനക്കാരുടെ പണിമുടക്ക് ചില വിമാനങ്ങളുടെ സർവീസിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. വിമാനങ്ങൾ പോകുന്നതിനും അതോടൊപ്പം തന്നെ വന്നിറങ്ങുന്നതിനുമൊന്നും വലിയ കാര്യമായ താമസം നേരിടുന്നില്ല എങ്കിൽ കൂടി ഇവിടെ വന്നിറങ്ങുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്നും പോകുന്ന യാത്രക്കാർക്ക് അകത്ത് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും തിരിച്ചു വന്നിറങ്ങുന്ന ഓണക്കാലമാണ്, അതിനാൽ തന്നെ നിരവധി ആളുകൾ വന്നിറങ്ങുന്ന സമയമാണ്. അങ്ങനെ വന്നിറങ്ങുന്ന ആളുകൾക്ക് ഈ ലഗേജുകൾ കിട്ടുന്നതിന് ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 40 മിനിറ്റോളം വൈകിയാണ് ലഗേജ് എടുത്ത് ഇവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നത്. 8 സർവീസുകളെയാണ് ഇത്തരത്തിൽ ഈ പ്രശ്നം ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എയർ ഇന്ത്യ സാറ്റ്സ് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് കമ്പനി വ്യക്തമാക്കുന്നു. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ സമരമാണ്. രാത്രി വൈകിയോളം ചർച്ചകളും മറ്റുമൊക്കെ നടന്നിരുന്നു ഈ പ്രശ്നപരിഹാരത്തിനായി. പക്ഷേ പ്രശ്നപരിഹാരം ഉണ്ടായില്ല. ഈ പറയുന്ന BMS അതോടൊപ്പം തന്നെ INTUC, CITU തുടങ്ങിയ സംഘടനകളുടെ ജീവനക്കാരാണ് പണിമുടക്കുന്നത്. 600ഓളം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാർ ഇവിടെയുണ്ട്. അതിൽ 400 പേർ പണിമുടക്കുന്നു. പക്ഷേ ഈ എയർ ഇന്ത്യ സാറ്റ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സമീപത്തായുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ ഇവരുടെ ഓഫീസ് ജീവനക്കാരെയും ഒക്കെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലിക്കായി നിയോഗിച്ചുകൊണ്ട് ഒരു പകരം സംവിധാനം ഒരുക്കി പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ വന്നിറങ്ങുന്ന ആളുകൾക്ക് കാര്യമായ പ്രതിസന്ധി ഉണ്ടാകാതെ ഇവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇനിയും സമരം ഇങ്ങനെ തുടർന്നു പോയാൽ ഒരുപക്ഷെ പ്രതിസന്ധിയിലേക്ക് പോകും. നിലവിൽ പ്രശ്നങ്ങൾ ഗുരുതരമായൊരു പ്രതിസന്ധി ഇല്ലായെങ്കിൽ കൂടി ഇനിയും ഓണക്കാലമാണ്, അതിനാൽ തന്നെ ഒരുപാട് ആളുകൾ വന്നിറങ്ങുന്ന സമയമാണ്. ഇനിയും ഇത് തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ ഓഫീസ് ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെയും വെച്ച് ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാകും. ശമ്പള വർധനവ് അതോടൊപ്പം തന്നെ ബോണസ്, അലവൻസ് തുടങ്ങിയവ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജീവനക്കാരുടെ സമരം ഉണ്ടാകുന്നത്. തുടർച്ചയായി മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. ഈ അകത്ത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പോൾ വന്നിറങ്ങുന്ന ഏറ്റവും ഒടുവിൽ വന്ന 2-3 ഫ്ലൈറ്റുകളിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു. പക്ഷേ ഇന്നലെ രാത്രി വന്ന ഫ്ലൈറ്റുകളിൽ എത്തിയവർക്ക് ഇവിടെ കുറേയധികം സമയം തുടർന്നതിന് ശേഷം മാത്രമാണ് ലഗേജ് അടക്കം എടുത്ത് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ പ്രതിസന്ധി ഇല്ല എന്നുള്ളത് കമ്പനി അധികൃതർ അറിയിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചയും പുരോഗമിക്കുകയാണ്. ശരി, അമൽ തേനംപറമ്പിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. യാത്രക്കാരും വലിയ ദുരിതത്തിലാണ്. പക്ഷേ ജീവനക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് ശമ്പള വർധനവും ഒപ്പം തന്നെ ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ പണിമുടക്ക് നടക്കുന്നത്.